ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ എംബ്രോയിഡറി സാരി ഡിസൈൻ ചെയ്യുമെന്ന് അറിയാമല്ലോ. ഈ സാരി എന്നെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോകൾ. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ 3 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഇടാം. ഞാൻ 2-3 സാരി തയ്ച്ചത് കാണിക്കാം ഒരുമിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുമല്ലോ. ഇതൊന്നും ഞാൻ എങ്ങും പോയി ആരും എങ്ങനെ തയ്ക്കണമെന്നോ എങ്ങനെ ആ ഡിസൈൻ വരയ്ക്കേണ്ടതെന്നോ എങ്ങനെയൊക്കെ എംബ്രോയിഡറി മെഷീനെ തയ്ക്കേണ്ടതെന്നോ ഒന്നും ആരും അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരാതെയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഈയിടെയായിട്ട് എനിക്കൊരു അറിവ് കിട്ടിയത്, എൻ്റെ വീടങ്ങ് വള്ളിക്കാവിലാണ്. വള്ളിക്കാവെന്ന് പറഞ്ഞാൽ അമൃതാനന്ദമയി എല്ലാവർക്കും അറിയാമല്ലോ. ആ അമൃതാനന്ദമയിയുടെ വീടിനടുത്താണ്, താമസിക്കുന്നതിനടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അമൃതാനന്ദമയി അതായത് ഈ സിദ്ധികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് അമ്മയ്ക്ക് 17 വയസ്സ്, എനിക്ക് 15 വയസ്സായി. ഞങ്ങൾ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ആ സമയത്ത് ഈ അമ്മ തയ്യൽ പഠിക്കാൻ പോയിട്ടുണ്ട് ഒരു കണക്കൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ അനുജത്തി അമ്മയും കൂടെ സ്ഥിരം ആ കണക്കൻ്റെ വീട്ടിൽ പൊക്കോണ്ടിരുന്നു തയ്യൽ പഠിക്കാൻ. എന്നിട്ട് ഞങ്ങൾക്ക് തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് തയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് നിന്ന് കണ്ട് പഠിക്കുമായിരുന്നു തയ്ക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് അത് പക്ഷേ പാവാടയും ബ്ലൗസും ഒക്കെ തയ്ക്കുന്ന ഞാൻ കണ്ട് പഠിച്ചേക്കുന്നത്. അങ്ങനെ കണ്ട് പഠിച്ച അങ്ങനെയുള്ള ഒരു അറിവ് വെച്ച് അങ്ങനെ ഒരു ഗുരുവായിട്ട് എനിക്കുള്ള ഒരു ഗുരു, എൻ്റെ ഗുരു അമൃതാനന്ദമയി ദേവിയാണ്. അതെനിക്ക് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്കത് പറയാനൊരു പേടിയായിരുന്നു. അപ്പോൾ ഈയിടെ ഒരു അതിശയം പോലെ ഒരു മാസത്തിന് മുമ്പ് ഞാൻ അവിടെ അമൃതാനന്ദമയിയുടെ അടുത്ത് ചെന്നപ്പോൾ, അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു അമ്മ എൻ്റെ ഗുരുവാണെന്ന്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഇനിയും പറയാമല്ലോ എൻ്റെ ഗുരു അമൃതാനന്ദമയി അമ്മയാണ് എന്ന് പറയാമല്ലോ. അപ്പോൾ ഞാൻ തയ്ച്ച സാരി, ഇത് ഞാൻ തയ്ച്ചതല്ല, ആരും എങ്ങും ഒന്നും പറഞ്ഞു തരാതെ ഞാൻ തന്നെത്താനെ ഒരു എംബ്രോയിഡറി മെഷീൻ അങ്ങ് വാങ്ങിച്ച് ഞാൻ തയ്ച്ചത്. അതും രാവിലെ ഞാൻ 7 മണിക്ക് ഇവിടുന്ന് സ്കൂളിൽ പോകും, വൈകിട്ട് 7 മണിക്കേ വീട്ടിൽ വരത്തുള്ളൂ. അതിനിടയ്ക്ക് രാത്രിയിലുള്ള സമയത്തൊക്കെ ഇരുന്ന് തയ്ച്ചതാണ്. അതുപോലെ ഞാൻ തയ്ച്ച സാരികളെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സാരി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തയ്ച്ച സാരികൾ കണ്ടില്ലേ. ഇഷ്ടംപോലെ സാരി തയ്ച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സാരി വാങ്ങിക്കാൻ ബാലരാമപുരത്തു നിന്ന് വരെ സാരി വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ട്രെയിനിൽ ഞാൻ പോകുമ്പോൾ കണ്ടു സാരി. അപ്പോൾ അവർക്ക് വേണം, അവരുടെ കയ്യിൽ പൈസ ഇല്ല. അവർ ബാലരാമപുരത്തു നിന്ന് ചെങ്ങന്നൂർ വന്ന് സാരി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എത്ര സാരി തയ്ച്ചേക്കും. ഞാനിത് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം. ഇതൊരു പച്ച സാരി കണ്ടില്ലേ. ഇതൊക്കെ നല്ല ഷിഫോൺ സാരി. ഇതൊക്കെ ഇത്രയൊക്കെ തയ്ച്ച ഞാനിത് ഒരു 300 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് 3 വശവും തയ്ച്ച്